സ്പീക്കിങ്ങിലെ ഏറ്റവും അവസാനത്തെ ടാസ്ക്കാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് ഇത് ലിസ്ണിങ്ങിലേക്കാണ് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ടൈം സിറ്റുവേഷനെ കുറിച്ചിട്ട് ഒരു ഓഡിയോ നമ്മൾ കേൾക്കും. നമ്മൾ എന്താണോ ഓഡിയോയിൽ കേൾക്കുന്നത് ആ സെയിം സാധനം അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ നമ്മളിവിടെ റെസ്പോണ്ട് ചെയ്യും. നമുക്ക് 40 സെക്കൻഡ് ആയിരിക്കും സംസാരിക്കാൻ സമയമുള്ളത്. ഓക്കെ, ആൻഡ് അതിൽ മിനിമം നമ്മളൊരു 30-35 സെക്കൻഡെങ്കിലും നമ്മൾ സംസാരിക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഓഡിയോ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ട്രാൻസ്ക്രിപ്റ്റ് മാത്രം വായിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആ ട്രാൻസ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഓഡിയോയ്ക്ക് ചെവി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്യാം. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇത് എപ്പോഴും ഒരു റിയൽ ടൈം സിറ്റുവേഷനെ കുറിച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർ പറയുന്നത് നമ്മളൊരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫി കുടിച്ചു, ആൻഡ് തിരിച്ച് വീട്ടിൽ പോകാൻ ട്രെയിൻ കയറിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അടങ്ങുന്ന ബാഗ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. അപ്പം നമ്മൾ കോഫി ഷോപ്പിലെ മാനേജറിനെ വിളിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതായത് കോഫി ഷോപ്പിലേക്ക് നമ്മൾ വിളിക്കുന്നു, അപ്പം നമുക്കൊരു കോഫി ഷോപ്പിന് ഒരു പേര് കൊടുക്കാം. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഗൂഗിളിൽ നിന്ന് അവരുടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പറയണം, ഇസ് ദിസ് മിറാക്കിൾ കഫേ, ഐ ടോക്കിംഗ് ടു ഇറ്റ്സ് മാനേജർ, ഐ എം ജെനീറ്റ, ഐ കെയിം ദർ അറ്റ് 4:30 PM ടു ഹാവ് കോഫി ഫ്രം ദർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ മിസ് മൈ ബാഗ് ഓവർ ദർ. പിന്നെ നമ്മുടെ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഇറ്റ് ഈസ് എ ബ്ലൂ കളർ സ്കൈ ബാഗ് ആൻഡ് മൈ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് സച്ച് എസ് മൈ പാസ്പോർട്ട് ആൻഡ് മൈ ലൈസൻസസ് ഇൻ ഇറ്റ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് പറയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം. അപ്പം നമ്മൾ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ്, അതിൻ്റെ കളർ പറയും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്, ഏത് സമയത്താണ് നമ്മൾ ചെന്നത് എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. ആൻഡ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു ആളുകൾക്കൊക്കെ നമ്മൾ പേര് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, അവരിപ്പോൾ പറയുകയാണ്, നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു ക്യാമറ ബോറോ ചെയ്ത് ഒരു ട്രിപ്പ് പോകാനായിട്ട്, പക്ഷേ ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ക്യാമറ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സോ നമ്മൾ ഫ്രണ്ടിനെ വിളിച്ച് എന്ത് പറയുമെന്ന് ചോദിച്ചു. നമ്മൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരിക്കലും ഹായ് ഫ്രണ്ട് എന്ന് പറയല്ലോ സംസാരിക്കുന്നത്, ഹായ് രാഹുൽ. ഫ്രണ്ടിന് ഒരു പേര് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കും. അപ്പം റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. ഇതിന് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കരുത്, അവർക്ക് റിയൽ ആൻസേഴ്സ് ആണ് വേണ്ടത്. നിങ്ങൾക്കപ്പം PT ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എക്സാം ബുക്കിങ്ങിന് വേണ്ടിയിട്ടോ നമ്മുടെ ജാനമൻ അക്കാഡമീനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏതെങ്കിലും ടാസ്കുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫുൾ കോഴ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ പ്രൊക്യൂർ PT എന്നുള്ള യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്.